ഹായ് ഹലോ നമസ്കാരം. യുറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സുഹൃത്ത് DJI മൈക്ക് വാങ്ങി. അദ്ദേഹം മൈക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് iPhone 11, iPhone 15 Pro Max രണ്ടിലും കണക്റ്റ് ആവുന്നുണ്ട്. ബട്ട് സൗണ്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ സൗണ്ട് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഐഫോണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റിന് ഞാൻ റീപ്ലൈ കൊടുത്ത്. അങ്ങനെ റീപ്ലൈ കൊടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, വീഡിയോ എടുക്കുമ്പോൾ നോർമൽ ക്യാമറയിൽ മൈക്ക് സപ്പോർട്ട് ആവില്ലേ എന്ന്. അതായത് DJI മൈക്ക് 1 വീഡിയോ എടുക്കുമ്പോൾ നോർമൽ ക്യാമറയിൽ സപ്പോർട്ട് ആവില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വീഡിയോ എടുക്കുന്ന സമയത്ത് ഐഫോണിൽ ഈ DJI മൈക്കിൻ്റെ റിസീവർ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് മൈക്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ സൗണ്ട് വരുന്നില്ല, മൈക്കിലൂടെയുള്ള സൗണ്ട് വരുന്നില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അത് നോക്കിയത്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നോർമൽ ക്യാമറയിൽ, അതായത് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ നോർമൽ ക്യാമറയിൽ, നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഓപ്പൺ ക്യാമറ പോലത്തെ ക്യാമറകളൊന്നും അല്ലാതെ നോർമൽ ക്യാമറയിൽ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ആവില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ കൂടെ നോർമൽ ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നോർമൽ ക്യാമറയിൽ കണക്റ്റ് ആവും എന്ന് തന്നെയാണ്. ഞാൻ അങ്ങനെ നോർമൽ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, DJI മൈക്ക് കണക്ട് ചെയ്യാതെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫോക്കസും എക്സ്പോഷറും ആൻഡ് വൈറ്റ് ബാലൻസും ഒക്കെ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, മൊബൈൽ ഫോണിൻ്റെ മൈക്കിൽ, ക്യാമറ മൈക്കിൽ എത്രത്തോളം സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു കമ്പാരിസൺ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, DJI മൈക്കിൻ്റെ സൗണ്ടും മൊബൈൽ ഫോണിലുള്ള മൈക്കിൻ്റെ സൗണ്ടും ആയിട്ട് വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കുന്നു. ഇപ്പം ഞാൻ ഏകദേശം മൊബൈൽ ഫോണിൻ്റെ അടുത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് മൊബൈൽ ഫോണിലുള്ള ഇൻബിൽറ്റ് മൈക്കാണ് ഈ ഒരു സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് പുറകിലേക്ക് പോവാണ്. കുറച്ച് പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മീറ്റർ പുറകിലേക്ക് പോയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ നിന്ന് സംസാരിച്ച അതേപോലെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നടക്കുന്നതും ഒന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ കുറച്ച് ലോങ്ങിലേക്ക് വന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതാണ് മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽറ്റ് മൈക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാപ്ചർ ചെയ്യുന്ന ശബ്ദം. ഈ ഒരു ശബ്ദം ഞാൻ അടുത്തേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ട് മൊബൈൽ ഫോൺ എടുക്കുന്നതായിരിക്കും. സൗണ്ട് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാനൊരു റൂമിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ എത്രമാത്രം ഡിഫറൻറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നിരുന്നാലും ഞാൻ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളെ മൊബൈൽ ഫോണിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്കിന്റെ സൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം. ഇതാണ് DJI മൈക്ക് 1ന്റെ ബോക്സ്. DJI മൈക്ക് 1ഉം 2ഉം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു റിസീവർ കാണാം. അതുപോലെ തന്നെ 2 ട്രാൻസ്മിറ്റർ ഇവിടെ കാണാം. റിസീവർ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നു. അതുപോലെ ഒരു ട്രാൻസ്മിറ്റർ നമ്മൾ എടുക്കുകയാണ്. പിന്നുള്ളത് C-ടൈപ്പ് അഡാപ്റ്ററാണ്. മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള C-ടൈപ്പ് അഡാപ്റ്ററാണിത്. ഇത് ലൈറ്റ്നിങ് അഡാപ്റ്ററാണ്. മുൻപ് ഐഫോണിലൊക്കെ ലൈറ്റ്നിങ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ C-ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ C-ടൈപ്പ് അഡാപ്റ്റർ എടുക്കുകയാണ്. മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് C-ടൈപ്പ് അഡാപ്റ്റർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് മാറ്റി വെക്കാം. ഇനി നമുക്ക് റിസീവറും ഈ ഒരു C-ടൈപ്പ് അഡാപ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് റിസീവറിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ഒരു പോർട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ഏരോ മാർക്കും കാണാൻ പറ്റും വൈറ്റ് കളറിൽ. ഇവിടെയാണ് നമ്മൾ C-ടൈപ്പ് അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് C-ടൈപ്പ് അഡാപ്റ്റർ എടുക്കുക. C-ടൈപ്പ് അഡാപ്റ്ററിൽ ഇവിടെ ഇതേപോലെ തന്നെ ഒരു വൈറ്റ് ഏരോ മാർക്ക് കാണാൻ പറ്റും. ഈ ഒരു 2 ഏരോ മാർക്കും സെയിം ആയിട്ട് വരുന്ന രീതിയിൽ C-ടൈപ്പ് അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ C-ടൈപ്പ് അഡാപ്റ്റർ അവിടെ ഫിറ്റായി. ഇനി നമ്മളിത് ഫോണിൽ കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ C-ടൈപ്പ് അഡാപ്റ്റർ നമ്മൾ റിസീവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിസീവർ നമ്മളെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് മൊബൈൽ ഫോണിൻ്റെ C-ടൈപ്പ് പോർട്ടിൽ, അതായത് ചാർജിങ് പോർട്ടിൽ നമ്മൾ
പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറ ആപ്ലിക്കേഷന് ഓൺ ചെയ്യാണ്. ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തു. നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്തു. ഇപ്പം നമ്മളെ കയ്യിലുണ്ട് നമ്മളെ DJ മൈക്ക് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ മൈക്കിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനി ഈ ഒരു മൈക്ക് നമുക്ക് ഇവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരെ പോയിട്ട് സംസാരിച്ച് നോക്കാം. അപ്പോൾ മൈക്ക് ക്യാമറൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അവിടുന്ന് ഞാൻ പിറകിലേക്ക് പോവാണ്. ഞാൻ പിറകിലേക്ക് പോയിട്ട് എത്രത്തോളം ശബ്ദമാണ് മൈക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ മൈക്ക് എടുക്കാതെയാണ് പുറകിലേക്ക് പോകുന്നത്. മൈക്കില്ലാതെ ഞാൻ ഇങ്ങനെ പുറകിലേക്ക് വന്നു. ഒരു 2.5 മീറ്ററിനടുത്ത് പുറകിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ മൈക്കാണ് ക്യാപ്ചർ ചെയ്യുന്നത് നമ്മുടെ ശബ്ദം. മൈക്ക് എൻ്റെ കയ്യിലുള്ളത്. മൈക്കിൽ നിന്ന് ഞാൻ ഏകദേശം 2.5 മീറ്ററോളം പുറകിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ മൈക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. മൈക്കിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ മൈക്കിൻ്റെ അടുത്തേക്ക് വന്നു. മൈക്ക് എൻ്റെ കയ്യിലേക്ക് ഞാൻ എടുക്കുകയാണ്. മൈക്ക് കയ്യിലെടുത്തു. ഇതാ മൈക്ക്, ഇതാണ് മൈക്ക്. ഇവിടെ ഞാൻ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എത്രത്തോളം വോളിയം കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ഈ മൈക്കുമായിട്ട് പുറകിലേക്ക് പോവാണ്. മൈക്കുമായിട്ടാണ് ഞാൻ പുറകിലേക്ക് പോകുന്നത്. മൈക്കുമായിട്ട് ഞാൻ പുറകിലേക്ക് പോവാണ്. 2.5 മീറ്ററോളം പുറകിലേക്ക് ഞാൻ മൈക്കുമായിട്ട് പോവാണ്. ആ സമയത്ത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ശബ്ദം, എത്ര വോളിയം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുമ്പോഴും നമ്മളെ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DJ മൈക്ക് അതേ ഇപ്പം റിസീവർ അവിടെ കണക്ട് ചെയ്ത് മൊബൈലായിട്ട് ഞാൻ ഇത്രയും ദൂരമുണ്ട്. ഈ ഒരു മൈക്കിലൂടെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഇതേ ശബ്ദം തന്നെയാണ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത് എങ്കിൽ അത് മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സുഹൃത്ത് ചോദിച്ചത് നോർമൽ ക്യാമറയിൽ, അതായത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ നമ്മൾ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ശബ്ദം കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ശബ്ദം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നമ്മളെ ക്യാമറയിൽ, മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം എന്തായാലും മൈക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ ഒരു മൈക്കുമായിട്ട് ഞാൻ മുന്നിലേക്ക് തന്നെ വരാണ്. ക്യാമറയുടെ അടുത്തേക്ക്, മൊബൈൽ ഫോൺ ക്യാമറയുടെ അടുത്തേക്ക് തന്നെ വരാണ്. ഇങ്ങനെ ഞാൻ വന്നുകൊണ്ട് ഇതാ മൈക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. മൈക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഞാൻ പുറകിലേക്ക് പോവാണ്. മൈക്ക് അവിടെ വെച്ചതിന് ശേഷം ഞാൻ പുറകിലേക്ക് വന്നിട്ട് അതേ വോളിയത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എത്രമാത്രം ശബ്ദം അവിടെ കിട്ടുന്നുണ്ട്, വോളിയം എത്ര കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വോയിസ് മൈക്ക് അത്ര ദൂരം നിന്നിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വോളിയത്തിൽ കുറവുണ്ടാവും. അത്ര ദൂരം നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ അടുത്ത് നിന്ന് മൈക്കിൽ സംസാരിക്കുന്നത് പോലെയല്ല അത്രയും ലോങ്ങിൽ നിന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു അനുമാനം, ഞാനിപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുമാനത്തിൽ ഞാൻ പറയുകയാണ്, നമ്മളെ ഈ ഒരു മൈക്ക് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ വർക്കാവും, ശബ്ദം ക്യാപ്ചർ ആവും. ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. ആൻഡ്രോയിഡ് ഫോണിൽ ക്യാപ്ചർ ആവുന്നുണ്ട്. ഐഫോൺ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഐഫോൺ എത്രത്തോളം അത് ക്യാപ്ചർ ആവുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഇതാ മൈക്ക് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. മൈക്കിൽ ഇതാ ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ മൊബൈൽ ഫോണിൽ DJI മൈക്ക് കണക്ട് ചെയ്തിട്ടും കണക്ട് ചെയ്യാതെയും വീഡിയോ എടുത്തു നോക്കി. അപ്പൊ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം എത്രത്തോളം ശബ്ദം വന്നിട്ടുണ്ട്, കണക്ട് ചെയ്യാതെ എത്രത്തോളം ശബ്ദം വന്നിട്ടുണ്ട് എന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ മൈക്ക് കണക്ട് ചെയ്യാതെ ഒന്നുകൂടെ വീഡിയോ എടുത്ത് നോക്കുകയാണ്. നമ്മൾ വീഡിയോ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി. ഇപ്പം ഞാൻ മൊബൈൽ ഫോണിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എത്രത്തോളം ശബ്ദം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ മൊബൈൽ ഫോണിൻ്റെ അടുത്ത് നിന്ന് പുറകിലേക്ക് പോവാണ്. ഞാൻ പുറകിലേക്ക് ഏകദേശം ഒരു 3 മീറ്ററോളം പുറകിലേക്ക് പോയിട്ടാണ് സംസാരിക്കുന്നത്. പുറകിലേക്ക് പോയിട്ടുണ്ടേ നിൽക്കാണ്. ഏകദേശം ഒരു 3 മീറ്ററോളം ദൂരത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നതും അതേ ശബ്ദത്തിൽ തന്നെയാണ്. ആ ഒരു ശബ്ദത്തിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ മൈക്ക് എത്രമാത്രം ശബ്ദം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ
മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അടുത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് എത്രത്തോളം ശബ്ദം മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽറ്റ് മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ മൊബൈൽ ഫോണിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ സുഹൃത്ത് കമൻറ്റിൽ ചോദിച്ചതുപോലെ വീഡിയോ എടുക്കുമ്പോൾ നോർമൽ ക്യാമറയിൽ മൈക്ക് സപ്പോർട്ട് ആവില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ ക്യാമറയിലാണ്, ഫോണിൻ്റെ ഇൻബിൽറ്റ് ക്യാമറയാണ്. അതിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടും മൈക്ക് കണക്ട് ചെയ്യാതെയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മൈക്ക് കണക്റ്റ് ആവുന്നുണ്ട്. മൈക്കിൻ്റെ ശബ്ദം നമുക്കതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സുഹൃത്ത് ചോദിച്ച സംശയം പലർക്കും ഉണ്ടാകും. DJI മൈക്ക് ഉപയോഗിച്ചിട്ട്, വയർലെസ് മൈക്ക് ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോണിൻ്റെ നോർമൽ ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുത്താൽ ആ മൈക്ക് അതിൽ സപ്പോർട്ട് ചെയ്യുമോ, അതല്ലെങ്കിൽ ആ ഒരു വോയിസ് ആ ഒരു വീഡിയോയിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകും. അങ്ങനെ സംശയമുള്ളവരുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഐഫോൺ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഏതായിരുന്നാലും DJI മൈക്ക് മൊബൈൽ ഫോണിൻ്റെ നോർമൽ ക്യാമറയിൽ സപ്പോർട്ടാവും. ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലോ ഫേസ് കാണിച്ചിട്ടോ അല്ല, മൊബൈൽ ഫോണും ഈ ഒരു മൈക്കും കാണിച്ചുകൊണ്ടാണ്. സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.